നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ BSc മാത്തമാറ്റിക്സിൻ്റെ റിലേഷൻസ് എന്ന മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പാർട്ടീഷൻ. ഒരു സെറ്റിൻ്റെ പാർട്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? എ പാർട്ടീഷൻ ഓഫ് എ സെറ്റ് S ഈസ് എ കളക്ഷൻ ഓഫ് ഡിസ്ജോയിൻറ്റ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഓഫ് S ഹുസ് യൂണിയൻ ഈസ് S. അതായത് കളക്ഷൻ ഓഫ് സബ്സെറ്റ് AI ആണ്, അത് പാർട്ടീഷൻ ആകും. എപ്പോഴാണെന്നറിയോ? എല്ലാ AI-യും നോൺ എംപ്റ്റി ആയിരിക്കണം. ക്യാപിറ്റൽ AI ആണ് ഇവിടെ. നോട്ട് ഈക്വൽ ടു 5. ഓൾസോ AI ഇൻ്റർസെക്ഷൻ AJ ഈക്വൽ ടു 5. അതായത് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. യൂണിയൻ ചെയ്യുമ്പം എല്ലാം കൂടെ യൂണിയൻ എടുക്കുമ്പോൾ S കിട്ടുകയും വേണം. അപ്പോൾ ഒരു സെറ്റ് S ഉണ്ട്, അതിൻ്റെ പാർട്ടീഷൻ എന്ന് വെച്ചാൽ ആ എസ്സിനകത്തെ കുറേ സബ്സെറ്റുകളുടെ കളക്ഷനാണ്. പ്രത്യേകത എന്തോ? എല്ലാ സബ്സെറ്റും നോൺ എംപ്റ്റി ആയിരിക്കണം. പിന്നെന്താ, ഏത് രണ്ട് സബ്സെറ്റ് എടുത്താലും കോമൺ ആയിട്ട് ഒരാൾ പോലും കാണരുത്. എല്ലാ സബ്സെറ്റൂടെ യൂണിയൻ എടുക്കുമ്പോൾ S കിട്ടുകയും വേണം. അന്നേരമാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എ തിയറം. ലെറ്റ് R be an equivalence relation on a set S. Then the equivalence classes of R form a partition of S. അതായത് എന്തുവാ ഇത് പറഞ്ഞേക്കുന്നത്? R എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ഓൺ എ സെറ്റ് S ആണെങ്കിൽ ആറിനകത്ത് ഇക്വലൻസ് ക്ലാസ്സുകളെല്ലാം കൂടെ പാർട്ടീഷൻ ഫോം ചെയ്യും. കോൺവേഴ്സ്ലി നമുക്കൊരു പാർട്ടീഷൻ തന്നാൽ, ഗിവൺ എ പാർട്ടീഷൻ I element of I of set S, there is a equivalence relation R that has a set AI as if equivalence classes. അപ്പം let R be an equivalence relation on a set S. ക്ലിയർലി S എന്ന് പറയുന്നത് എന്തോ പറയാം, യൂണിയൻ A element of S A, ഇങ്ങനെ പറയാമല്ലോ. ഇനി ഇതിനു മുമ്പ് നമ്മളൊരു തിയറം നമ്മൾ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇക്വലൻസ് ക്ലാസ്സുകളെല്ലാം ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്റ്റോയിൻ്റ് ആകും. അതായത് A ഇൻ്റർസെക്ഷൻ B എന്ന് പറയുന്നത് 5 whenever A not equal to B. Hence the equivalences classes form a partition of S. അങ്ങനെ ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷൻ ഫോം ചെയ്യും. കാരണം S എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം കൂടെ യൂണിയൻ ആണ്, ഇൻ്റർസെക്ഷൻ ഒന്നുമില്ല. ഓരോന്നും എന്തുവാ? നോൺ എംപ്റ്റി. കാരണം നമ്മുടെ ഈ ഇക്വലൻസ് ക്ലാസ് എയിൽ എന്തുവാ? എ എങ്കിലും കാണും, നോൺ എംപ്റ്റി ആണ്. അപ്പം നമുക്ക് പറയാം അതൊരു പാർട്ടീഷൻ ഫോം ചെയ്യുമെന്ന്. കോൺവേഴ്സ്ലി സെറ്റ് AI is a partition of S. Let R be a relation such that R equal to set of all xy x element of y belong to the same subset A in the partition. അതായത് സെറ്റ് ഓഫ് ഓൾ XY സച്ച് ദാറ്റ് എക്സും വൈയും എലമെൻ്റ് ഓഫ് S ആയിരിക്കണം, അത് സെയിം സബ്സെറ്റിലായിരിക്കണം, പാർട്ടീഷനിലെ സെയിം സബ്സെറ്റിലായിരിക്കണം. ഓക്കെ, നമ്മളത് ഇക്വലൻസ് റിലേഷൻ എന്ന് കാണിക്കും. ആദ്യമേ റിഫ്ലക്സീവ് ആണെന്ന് കാണിക്കും. A റിലേറ്റഡ് ടു A ആയിരിക്കും ഫോർ എവരി A. കാരണം എന്തോ? A എന്ന് പറയുന്നത് തന്നെ ഇക്വലൻസ് ക്ലാസ്സിലുണ്ട്, അതുകൊണ്ട് R റിഫ്ലക്സീവ് ആണ്. ഇനി A റിലേറ്റഡ് ടു B ആണെങ്കിൽ Aയും Bയും ഒരേ സബ്സെറ്റിലാണ്, അപ്പോൾ B റിലേറ്റഡ് ടു A തന്നെയാണ്, അപ്പോൾ R സിമെട്രിക് ആണ്. ഇനി A റിലേറ്റഡ് ടു Bയും B റിലേറ്റഡ് ടു C ആണെന്ന് അസ്യൂം ചെയ്യുക. A റിലേറ്റഡ് ടു C എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ A റിലേറ്റഡ് ടു B ആണെങ്കിൽ Aയും Bയും ഒരേ സബ്സെറ്റിലുണ്ട്. B റിലേറ്റഡ് ടു C ആണെങ്കിൽ എന്തോ? Bയും Cയും ഒരേ സബ്സെറ്റിലുണ്ട്. അപ്പോൾ നോക്കി, Aയും Bയും ഒരേ സബ്സെറ്റ്, Bയും Cയും ഒരേ സബ്സെറ്റ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? Aയും Cയും ഒരേ സബ്സെറ്റിലായിരിക്കും. അപ്പോൾ എന്താ പറയുക? A റിലേറ്റഡ് ടു C ആണ്. ഹെൻസ് R ഈസ് ട്രാൻസിറ്റീവ്. അതുകൊണ്ട് R ഇക്വലൻസ് റിലേഷനാണ്. The equivalent classes of R consist of the subset of S containing related elements, and by definition these are subsets of the partition. Next, partial order set എന്താണ്? A relation R on a set S is called a partial ordering or partial order if it is reflexive, antisymmetric and transitive. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇക്വലൻസ് റിലേഷൻ എന്ന് വെച്ചാൽ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. പാർഷ്യൽ ഓർഡർ എന്ന് വെച്ചാൽ എന്തോ? റിഫ്ലക്സീവ്, ആൻറ്റി സിമെട്രിക്, ട്രാൻസിറ്റീവ്. അവിടെ സിമെട്രിക് ആണ്, ഇവിടെ ആൻറ്റി സിമെട്രിക് ആണ്. ഇനി ഒരു സെറ്റ് S ടുഗദർ വിത്ത് പാർഷ്യൽ ഓർഡറിങ്ങിനെ നമ്മൾ പാർഷ്യലി ഓർഡേർഡ് സെറ്റ് അഥവാ പോസെറ്റ് എന്ന് വിളിക്കുന്നു. അതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു, SR.
മെമ്പേഴ്സ് ഓഫ് എസ്സിനെ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് പോസെറ്റ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ ഇൻറ്റിജേഴ്സിനകത്ത് ഒരു പോസെറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ റിഫ്ലക്സീവ് ആൻറ്റിസിമെട്രിക് ട്രാൻസിറ്റ് കാണിച്ചാൽ മതി. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണ് ഫോർ എവരി ഇൻറ്റിജർ എ, അതുകൊണ്ട് റിഫ്ലക്സീവ് ആണ്. ആൻറ്റിസിമെട്രിക് എന്ന് വെച്ചാൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബിയും ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ ആൻറ്റിസിമെട്രിക്. ട്രാൻസിറ്റീവ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, അങ്ങനെയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, അങ്ങനെ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഈ 3 കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് പാർഷ്യൽ ഓർഡറിംഗ് ആണ് ഓൺ സെറ്റ് ഇൻറ്റിജേഴ്സ്. അതുകൊണ്ട് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു പോസെറ്റ് ആകും. ഡിവിസിബിലിറ്റി റിലേഷന് ഒരു പോസെറ്റ് ആകും, കാരണം റിഫ്ലക്സീവ് ആൻറ്റിസിമെട്രിക് ട്രാൻസിറ്റീവ് ആണ്. അതേപോലെ തന്നെ സബ്സെറ്റ് ഇൻക്ലൂഷൻ റിലേഷൻ, അതായത് എ സബ്സെറ്റ് ഓഫ് ബി, ബി അതില്ലേ സബ്സെറ്റുകളുടെ കളക്ഷനും പവർ സെറ്റിൽ പാർഷ്യൽ ഓർഡേർഡ് ആവും, കാരണം എ സബ്സെറ്റ് ഓഫ് എ ആണ്, അപ്പോൾ റിഫ്ലക്സീവ് ആണ്. എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്, അതുകൊണ്ട് ആൻറ്റിസിമെട്രിക്. ഇനി എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് സി ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് സി തന്നെയാണ്, അപ്പം ട്രാൻസിറ്റീവ് ആണ്, അതുകൊണ്ട് അത് പാർഷ്യൽ ഓർഡറിംഗ് ആണ്. അതുകൊണ്ട് ആ സെറ്റ് പി ഓഫ് എസ് വിത്ത് ലെസ് ദാൻ സബ്സെറ്റ് ഈസ് എ പോസെറ്റ് എന്ന് പറയാം. അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആർ ബി ദ റിലേഷൻ ഓൺ ദ സെറ്റ് ഓഫ് പീപ്പിൾ സച്ച് ദാറ്റ് എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് എക്സ് ആൻഡ് വൈ ആർ പീപ്പിൾ ആൻഡ് എക്സ് ഈസ് ഓൾഡർ ദാൻ വൈ, ഷോ ദാറ്റ് ആർ ഈസ് നോട്ട് എ പാർഷ്യൽ ഓർഡറിംഗ്. അപ്പോൾ ഒരു വ്യക്തി എക്സ്, അതേ വ്യക്തി ഓൾഡർ ദാൻ ആവുമോ? ഇല്ല, അവിടെ റിഫ്ലക്സീവ് തന്നെ തെറ്റും. ഇവിടെ ആൻറ്റിസിമെട്രിക് ശരിയാകും, ട്രാൻസിറ്റീവ് എല്ലാം ശരിയാകും, റിഫ്ലക്സീവ് ആണ് തെറ്റുന്നത്. അപ്പോൾ ആർ ഈസ് ആൻറ്റിസിമെട്രിക് ബിക്കോസ് ഇഫ് എ പേഴ്സൺ എക്സ് ഈസ് ഓൾഡർ ദാൻ വൈ ദെൻ വൈ ഈസ് നോട്ട് ഓൾഡർ ദാൻ എക്സ്. അതായത് എക്സ് റിലേറ്റഡ് ടു വൈ ആവും, വൈ ഒരിക്കലും റിലേറ്റഡ് ടു എക്സ് ആകത്തില്ല, അതുകൊണ്ട് അത് ക്ലിയർലി ആൻറ്റിസിമെട്രിക് ആവും. ഇനി ട്രാൻസിറ്റീവ് ആകും, എക്സ് ഓൾഡർ ദാൻ വൈയും വൈ ഓൾഡർ ദാൻ ഇസഡും ആണെങ്കിൽ എക്സ് ഓൾഡർ ദാൻ ഇസഡ് ആണ്, അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണ്, റിഫ്ലക്സീവ് അല്ല, കാരണം നോ പേഴ്സൺ ഈസ് ഓൾഡർ ദാൻ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, അതുകൊണ്ട് ഇത് പാർഷ്യൽ ഓർഡറിംഗ് അല്ല. നമ്മൾ സാധാരണ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളാണ് പാർഷ്യൽ ഓർഡറിങ്ങിനെ കാണിക്കാൻ വെച്ചേക്കുന്നത്. ഇനി പോസറ്റിനകത്തെ 2 എലമെൻറ്റ് കമ്പയറബിൾ എന്ന് പറയുന്നത് എപ്പോഴാണ്? ദ എലമെൻറ്റ്സ് എ ആൻഡ് ബി ഓഫ് എ പോസറ്റ് ആർ called comparable if either a less than or equal to b or b less than or equal to a. ഒന്നുകിൽ a less than or equal to b അല്ലെങ്കിൽ b less than or equal to a. ഇനി അങ്ങനെ ഇല്ല, രണ്ടും ഇല്ല എങ്കിൽ ഇൻകമ്പയറബിൾ എന്ന് പറയുന്നു. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അണ്ടർ ഡിവിഷൻ, അതിനകത്ത് 3ഉം 9ഉം കമ്പയറബിളാണ്, കാരണം എന്തോ 3 ഡിവൈഡ്സ് 9 ആണ്. പക്ഷേ 5ഉം 7ഉം കമ്പയറബിൾ, കാരണം എന്തോ 5 ഡസ് നോട്ട് ഡിവൈഡ് 7ഉം 7 ഡസ് നോട്ട് ഡിവൈഡ് 5ഉം ആണ്. The adjective partial is used to describe partial ordering because pairs of elements may be incomparable. When every 2 elements in a set are comparable, the relation is called total ordering. എല്ലാ എലമെൻറ്റും കമ്പയറബിൾ ആണെങ്കിൽ നമ്മൾ പറയും ടോട്ടൽ ഓർഡറിങ്. അപ്പോൾ ആ സെറ്റിനെ ടോട്ടൽ ഓർഡർ സെറ്റ് എന്ന് പറയും, ടോ സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ചെയിൻ എന്ന് പറയും. അപ്പോൾ നോക്കിയേ, if S less than or equal to is a poset and every 2 elements of S are comparable, then S is called totally ordered or linearly ordered set, and that is total ordering or linear order എന്ന് പറയുന്നു. ടോട്ടലി ഓർഡേർഡ് സെറ്റിനെ ചെയിൻ എന്നും വിളിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ടോട്ടൽ ഓർഡേർഡ് ആണ്. കാരണം എന്തോ, ഒന്നുകിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും, അല്ലെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും. എപ്പോഴും ഏത് 2 ഇൻറ്റിജർ എടുത്താലും ഒന്നുകിൽ വലുതായിരിക്കും അല്ലെങ്കിൽ ചെറുതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ മുമ്പേ കണ്ടു ഡിവിസിബിലിറ്റി, അത് ടോട്ടൽ ഓർഡേർഡ് അല്ല. കാരണം എന്തോ 7ൻ്റെയും 5ൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഇൻകമ്പയറബിളാണ്. ഓക്കെ, ഇനി വെൽ ഓർഡേർഡ് സെറ്റ്. എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് എ വെൽ ഓർഡേർഡ് സെറ്റ് if it is a poset such that ആ റിലേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഓർഡറിങ്ങും ആൻഡ് എവരി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എസ് ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ്. ഏത് നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്താലും അതിന് ഒരു ലീസ്റ്റ് എലമെൻറ്റ് കാണും, അപ്പോഴാണ് വെൽ ഓർഡേർഡ് എന്ന് പറയുന്നത്.
ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇസഡ് പ്ലസ് ക്രോസ് ഇസഡ് പ്ലസ്, അതായത് എ ക്രോസ് ബി പോലെ ഇസഡ് പ്ലസ് ക്രോസ് ഇസഡ് പ്ലസ് അതിൽ A1 A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 B2 എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇഫ് ഒന്നുകിൽ A1 ലെസ് ദാൻ B1 ഓർ ഇഫ് A1 ഈക്വൽ ടു B1 ആൻഡ് A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B2. അതായത് A1 A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 B2 എന്ന് പറയും. എപ്പോഴാണെന്നറിയോ? A1 ലെസ് ദാൻ B1 അല്ലെങ്കിൽ A1 ഈക്വൽ ടു B1ഉം A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B2. അതിനെ ലെക്സിയോഗ്രാഫിക് ഓർഡറിംഗ് എന്ന് പറയും. അതിനെക്കുറിച്ച് പിന്നെ കാണാം. ഇസ് എ വെൽ ഓർഡേർഡ് സെറ്റ്. ഇനി ഇസഡ് വിത്ത് യൂഷ്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് നോട്ട് വെൽ ഓർഡേർഡ് ബിക്കോസ് ദ സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വിച്ച് ഈ സബ്സെറ്റ് ഹാസ് നോ ലീസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഞാൻ ഒരു നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ എടുത്താൽ അതിനകത്ത് ഏറ്റവും ചെറിയ നെഗറ്റീവ് നമ്പർ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇൻറ്റിജേഴ്സിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ തിയറം, the principle of well-ordered induction. Suppose that S is a well-ordered set, then P of x is true for all x element of S if for every y element of S, if P of x is true for all x element of S with S less than y, then P of y is true. അത് ഇൻഡക്സീവ് സ്റ്റെപ്പ് വഴിയാണ് ചെയ്യുന്നത്. പ്രൂഫ് നോക്കിയേ. സപ്പോസ് it is not the case that P of x is true for all x element of x, then there is an element y element of S such that P of y is false. Consequently, the set A equal to set of all x element of x such that P of x is false is non-empty. Because S is well ordered, A has a least element A. Well ordered ആയതുകൊണ്ട് least element കാണും. By the choice of A as a least element of A, we know that P of x is true for all x element of x with x less than A. This implies by the indexive step P of A is true. This contradiction shows that P of x must be true for all x element of x. അവിടെ അതിൻ്റെ റിമാർക്ക് കൊടുത്തിട്ടുണ്ട്, ലെക്സിയോഗ്രാഫിക് ഓർഡറിൻ്റെ കാര്യമൊക്കെ. We do not need a basic step in the proof using the principle of well-ordered induction because if x0 is the least element of a well-ordered set, the inductive step tells us that P of x0 is true. This follows because there are no elements with x less than x0. So we know that P of x is true for all x with x less than x0. The principle of well-ordered induction is a versatile technique for proving result about well-ordered set. Even when it is possible to use mathematical induction for the set of positive integers to prove a theorem, it may be simpler to use the principle of well-ordered induction. Okay, list questions ആണ്. List the ordered pairs from the equivalence relation produced by the partition A1 equal set 1 2 3, A2 equal set 4 5, A3 equal set 6 of S 1 2 3 4 5 6. അപ്പോൾ 6 കൊണ്ട് വരുന്ന എല്ലാ ഇതും എഴുതി. 1 1 ഇതെന്ത് വെച്ചാൽ ഇക്വലൻസ് റിലേഷൻ എഴുതാനാണ്. 1 1 അപ്പോൾ ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ എന്ത് വേണം? റിഫ്ലക്സീവ് ആണ്. അപ്പം 1 1ഉം 2 2 3 3 4 4 5 5 6 6 വേണം. ഓക്കെ, പിന്നെന്താ വേണം? ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ സിമെട്രിക്കും ആൻറ്റി സിമെട്രിക്കും. അപ്പോൾ 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം, 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം, 2 3 ഉണ്ടെങ്കിൽ 3 2 വേണം. അങ്ങനെ ആ രീതിയിൽ സിമെട്രിക്ക് നോക്കുക. ട്രാൻസിറ്റീവ് ജസ്റ്റ് എഴുതാനാണ്. അടുത്തത്, വാട്ട് ആർ ദ സെറ്റ്സ് ഇൻ ദ പാർട്ടീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് അറൈസിങ് ഫ്രം ദ കോൺഗ്രുവൻസ് മോഡൽ ഓഫ് 4. അപ്പോൾ റിമൈൻഡർ 4 വരുന്നത്, അപ്പം ഇക്വലൻസ് ക്ലാസ് 0, റിമൈൻഡർ 0 വരുന്നത് ഏതാ? 4ൻ്റെ മൾട്ടിപ്പിൾസ്. 1 വരുന്നത് എന്താ? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുന്ന നമ്പേഴ്സ്, അതാണിത്. 2ൻ്റെ വരുമ്പോൾ ഈ
റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സ്, അതായത് 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 ആഡ് ചെയ്യും. 3 വരുമ്പോൾ എന്ത് 3 ആഡ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ കോൺഗ്രസ് മോഡുലോ 5ൻ്റെ ഒക്കെ ചോദിക്കാം. ഈസ് ദ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് z plus cross z plus with a1 a2 less than equal to b1 b2 with a1 less than b1 or if a1 equal to b1 and a2 less than equal to b2 a well ordered set. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഈ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് റിഫ്ലക്സീവ് ആണോ എന്നൊക്കെ നോക്കാം. a1 a2 ലെസ് than equal to b1 b2 ആണ്. അത് കണ്ടീഷൻ എഴുതി. റിഫ്ലക്സീവ് ആവുമ്പോൾ എന്തുവാ a1 a2 a1 a2 അങ്ങനെ വരുന്നത്. അപ്പോൾ എന്താ പറയുക, a1 ഈക്വൽ ടു a2 ആണ്, a2 ലെസ് than equal to a2 ആണ്. a1 ഈക്വൽ ടു a1 ആണ്, a2 ലെസ് than equal to a2 ആണ്. അപ്പോൾ അത് ഈ കണ്ടീഷൻ പറയും. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇവിടെ ഇപ്പോൾ ഇതാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് റിഫ്ലക്സീവ് ആണ്. ഇനി ആൻറ്റി സിമെട്രിക്, അതായത് ഇങ്ങനെ എടുത്തു, അപ്പോൾ ഒന്നുകിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. ഇനി തിരിച്ച് b1 b2 ലെസ് than equal to a1 a2 ഇങ്ങനെ എഴുതി. അപ്പോൾ a1 ലെസ് than b1 ആണെങ്കിൽ ഒരിക്കലും b1 ലെസ് than a1 ആവത്തില്ല. ഓക്കെ, പക്ഷേ a1 ഈക്വൽ b1 ആണെങ്കിൽ b1 ഈക്വൽ a1 ആണ്. അപ്പോൾ നോക്കി അതെങ്ങനെ ചെയ്തേ. ഇഫ് a1 ലെസ് than b1 then b1 not less than a1 and b1 not equal to a1. If a1 equal b1 and a2 less than or equal to b2 then b1 equal a1 and b2 less than or equal to a2. Hold true. അതായത് അത് രണ്ടും ഈക്വൽ ആകും. അതുകൊണ്ട് ഇങ്ങനെ പറയാം, ആൻറ്റി സിമെട്രിക് ആണെന്ന് പറയാം. ഓക്കെ, എൻ്റെ ബാലൻസ് കൂടെ ഉണ്ടായിരുന്നു. ലെക്സിയോഗ്രാഫിക് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റ് a1 ലെസ് ദാൻ or equal to 1, a2 less than or equal to 2 be two products. The lexicographic order less than or equal to on a1 cross a2 is defined by നമ്മൾ മുമ്പേ കണ്ട a1 a2 less than or equal to b1 b2 either if a1 less than b1 or if a1 equal b1 and a2 less than or equal to b2 then a1 cross a2 less than or equal to is a poset. അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ആകുമ്പോൾ നോക്കിയോ ഇവിടെ ലെസ് ദാൻ, കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് ലെസ് ദാൻ 1 ഇതിൻ്റെ a2 b2 ആകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, ഇവിടെ ഒരു കാര്യം ചെയ്തേക്കുന്നത് ഫോർ ദ ഓർഡേർഡ് പെയേഴ്സ് ഇൻ z plus cross z plus elements that are less than 3 4 are highlighted. 3 4നേക്കാൾ ചെറുതല്ല ഹൈലൈറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇതനുസരിച്ച് 3 4നേക്കാൾ ചെറുതാകുക എന്ന് വെച്ചാൽ എന്തുവാ മീനിങ്? 3യേക്കാൾ ചെറുതാകുക അല്ലയോ? ഈ 3 4നേക്കാൾ a1 a2 ലെസ് ദാൻ 3 4 എന്ന് വെച്ചാൽ എന്തുവാ? 3 4നേക്കാൾ ചെറുത്. അപ്പോൾ ഈ മീനിങ് എന്തുവാ? b1നേക്കാൾ ചെറുത് വരുന്ന a1കൾ. അപ്പം 3യേക്കാൾ ചെറുത് വരുന്നത് 1ഉം 2 അല്ലേ? അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ്സ് എല്ലാം 1 വരുന്നതെല്ലാം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ഡോട്ടഡ് ഇടാം, 2 വരുന്നതും ഡോട്ടഡ് ഇടാം. പിന്നെ എന്തുവാ? അല്ലെങ്കിൽ a1ഉം b1ഉം സെയിം ആകുന്നിടത്ത് എന്തുവാ? a2 ലെസ് ദാൻ b2. അപ്പോൾ സെയിം വരുന്ന 3 ആണ്, പക്ഷേ ഇത് ലെസ് ദാൻ അല്ല, ഇത് ലെസ് ദാൻ അല്ല, ഇത് ലെസ് ദാൻ അല്ല, പക്ഷേ ഇവിടെ 3ഉം 2ഉം 1ഉം ലെസ് ദാൻ. അപ്പോൾ അത് ഡോട്ടഡ്. ബാക്കിയെല്ലാം സാധാ പോയിന്റ് പോലെ. കാര്യം പിടി കിട്ടിയല്ലോ. We can now define lexicographic ordering of strings. ഇതേപോലെ സ്ട്രിങ്സിൻ്റെ രീതിയിൽ a1 a2 എക്സെട്ര at b1 b2 എക്സെട്ര bt ആ രീതിയിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞേക്കുക. ഇനി ഹേസി ഡയഗ്രാം.
അല്ലെങ്കിൽ ഹസേ ഡയഗ്രാം. എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ? സ്റ്റാർട്ട് വിത്ത് എ ഡയറക്റ്റഡ് ഗ്രാഫ് ഫോർ ദിസ് റിലേഷൻ. ഒരു റിലേഷൻ തരും, അതിൻ്റെ ഡയറക്റ്റഡ് ഗ്രാഫ് വരയ്ക്കാൻ അറിയാമല്ലോ. എ ലൂപ്പ് ഈസ് പ്രസൻറ്റ് അറ്റ് എവരി വെർട്ടെക്സ് സിൻസ് എ പാർഷ്യൽ ഓർഡറിങ് ഈസ് റിഫ്ലക്സീവ്. അപ്പോൾ പാർഷ്യൽ ഓർഡറിങ് ആണെങ്കിൽ അത് റിഫ്ലക്സീവ് ആണ്, ആൻറ്റിസിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇനി റിഫ്ലക്സീവ് ആണെങ്കിൽ എന്തുവാ, എല്ലാ വെർട്ടെക്സിലും ലൂപ്പുണ്ട്. അപ്പോൾ ആ ലൂപ്പ്സ് എല്ലാം റിമൂവ് ചെയ്യുക. ഇനി അടുത്ത് എന്തുവാ, റിമൂവ് ഓൾ ദ എഡ്ജസ് ദാറ്റ് മസ്റ്റ് ബി ഇൻ ദ പാർഷ്യൽ ഓർഡറിങ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് അതർ എഡ്ജസ് ആൻഡ് ട്രാൻസിറ്റിവിറ്റി. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് എ ബി ആൻഡ് ബി സി ആർ പ്രസൻറ്റ്, റിമൂവ് ദ എഡ്ജ് എ സി ആസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഡ്യൂ ടു ട്രാൻസിറ്റിവിറ്റി. അത് ട്രാൻസിറ്റിവിറ്റി ആയതുകൊണ്ട് ഓൾറെഡി ഉള്ളതാണ്, അപ്പോൾ പിന്നെ എ സി വരയ്ക്കണമെന്നില്ല. ഓക്കെ, ഫർദർ മോർ, ഇഫ് സി ഡി ഈസ് ഓൾസോ പ്രസൻറ്റ്, റിമൂവ് ദ എഡ്ജ് എ ഡി, അതായത് ട്രാൻസിറ്റിവിറ്റി വെച്ച്. അപ്പം ട്രാൻസിറ്റിവിറ്റി വരുവാണെങ്കിൽ നമ്മൾ എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി, അങ്ങനെയാണെങ്കിൽ ക്ലിയർലി എ റിലേറ്റഡ് ടു സി ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി, അതായത് എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി, അങ്ങനെ ആ ഗ്രാഫിലെ എഡ്ജ് മാത്രം മതി, ബാക്കി റിമൂവ് ചെയ്യാനാണ് പറഞ്ഞു. ഫൈനലി അറേഞ്ച് ഈച്ച് എഡ്ജ് സോ ദാറ്റ് ഇറ്റ്സ് ഇനിഷ്യൽ വെർട്ടെക്സ് ഈസ് ബിലോ ഇറ്റ്സ് ടെർമിനൽ വെർട്ടെക്സ്. ഇനിഷ്യൽ വെർട്ടെക്സ് ആണ് താഴെ, ടെർമിനൽ വെർട്ടെക്സ് മേളിൽ. റിമൂവ് ഓൾ ദ ആരോസ് ഓഫ് ദ ഡയറക്റ്റഡ് എഡ്ജസ് ആസ് ഓൾ എഡ്ജസ് പോയിന്റ് അപ്വേർഡ്. അപ്പം എന്താ പറഞ്ഞേ, എഡ്ജസിൻ്റെ ആരോസ് എല്ലാം റിമൂവ് ചെയ്യും. അപ്പം 1 നിന്ന് 2 നമ്മൾ 1 നിന്ന് 2 ആരോ മാർക്ക് എടുത്തില്ലേ, ആരോ മാർക്കിനൊക്കെ അങ്ങനെ വരച്ച് കിട്ടുന്ന ഡയഗ്രാം, റിസൾട്ടിങ് ഡയഗ്രാമാണ് ഹസേ ഡയഗ്രാം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കി, എ ഡിവൈഡ്സ് ബി എന്ന റിലേഷൻ 1 2 3 4 6 8 12. അപ്പം 1 ഡിവൈഡ്സ് 1 ആണ്, 2 ഡിവൈഡ്സ് 2 ആണ്, അങ്ങനെ റിഫ്ലക്സീവ് ആണ്. 1 ഡിവൈഡ്സ് 2, 1 ഡിവൈഡ്സ് 3, 1 ഡിവൈഡ്സ് 4, അങ്ങനെ 1 എല്ലാവരെയും ഡിവൈഡ് ചെയ്യും. പിന്നെ 2 ഡിവൈഡ്സ് 4, 2 ഡിവൈഡ്സ് 6, 2 ഡിവൈഡ്സ് 8, 2 ഡിവൈഡ്സ് 12, അങ്ങനെ ഓരോന്നും ഇത് എഴുതും. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തെ റിഫ്ലക്സീവ് വരുന്നത് 1 1 2 2 3 3 4 4 6 6 8 8 12 12 അങ്ങ് മാറ്റുക. ഈ വെർട്ടെക്സുകളൊന്ന് വരയ്ക്കുക. വെർട്ടെക്സുകൾ വരയ്ക്കുന്ന കണ്ടോ, 1 വേണം താഴെ, 2 ബന്ധമില്ലാത്ത 3, അപ്പം 3 ഇപ്പുറത്ത് വരച്ചു. ഇനി 3യുടെ ടേബിളിൽ വരുന്ന 6, പക്ഷെ 2ൻ്റെ ടേബിളിൽ 6 വരുമല്ലോ, അത് ജോയിൻ ചെയ്തു. 6ൻ്റെ ടേബിളിൽ 12, 2ൻ്റെ ടേബിളിൽ 4, 4ൻ്റെ ടേബിളിൽ 8, പക്ഷെ 4ൻ്റെ ടേബിളിൽ 12 ഉണ്ടായത് ഇങ്ങനെ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഹസേ ഡയഗ്രാം. പിടി കിട്ടിയോ? ഒന്നുകൂടെ നോക്കിയേ. ഡ്രോ ദ ഹസേ ഡയഗ്രാം ഫോർ ദ പാർഷ്യൽ ഓർഡർ സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി ഈസ് എ പവർ സെറ്റ് എ ബി സി. അപ്പോൾ അതിനകത്തെ പവർ സെറ്റുകൾ എന്താ, 5, സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് എ ബി, സെറ്റ് ബി സി, സെറ്റ് എ സി, സെറ്റ് എ ബി സി. അതിനകത്തെ എലമെൻറ്റ്സ് 8 എലമെൻറ്റ്സ് ഇല്ലേ, അത് 5 എഴുതി. പിന്നെ ഒരെണ്ണം വരുന്ന 3 അല്ലേ, സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി എഴുതി. ഇനി 2 വരുന്നത് സെറ്റ് എ ബി, സെറ്റ് ബി സി, സെറ്റ് എ സി, സെറ്റ് എ ബി സി എഴുതി. ഇനി 5 ഇങ്ങോട്ട് വരച്ചു. ഇനി മേളിൽ 2 ഉണ്ടല്ലോ, അതിൽ എ വരുന്ന ഏതാ, എ ബി ഉണ്ട്, എ സി ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് വരച്ചു. ഇനി ബി വരുന്ന എ ബി ഉണ്ട്, ബി സി ഉണ്ട്, സി വരുന്ന എ സി ഉണ്ട്, ബി സി ഉണ്ട്, അങ്ങനെ. പിന്നെ ഇത് 3 എന്തോ ആയിരിക്കും, എ ബി സി ആയിരിക്കും. വിച്ച് എലമെൻറ്റ്സ് ഓഫ് ദ പോസെറ്റ് സെറ്റ് 2 4 5 10 12 20 25 divides are minimal and which are maximal? ഇപ്പോൾ 2 4 5 10 12 20 25. അപ്പോൾ അത് വരുന്ന എന്താ, പോസെറ്റ് ആകുമ്പോൾ റിഫ്ലക്സീവ്, ആൻറ്റിസിമെട്രിക്, ട്രാൻസിറ്റീവ് വേണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അത് വെച്ച് എഴുതി അതിൻ്റെ ഹസേ ഡയഗ്രാം വരച്ചു. ഇങ്ങനെ 2 ഉണ്ട്, 5 ഉണ്ട്, അത് റിലേറ്റഡ് അല്ല.
ഇനി 2ൻ്റെ ടേബിളിൽ വരുന്ന 4 ഉണ്ട്, 4ൻ്റെ ടേബിളിൽ വരുന്ന 12 ഉണ്ട്. ഇനിയും 5ൻ്റെ ടേബിളിൽ 10 ഉണ്ട്, 2ൻ്റെ ടേബിളിൽ 10 ഉണ്ട്, 10ൻ്റെ ടേബിളിൽ 20 ഉണ്ട്. ഇനി ഇതിൻ്റെ ഒന്നും ടേബിളിൽ 25 ഇല്ല. അപ്പം 5ൽ നിന്ന് 25 വേറെ വരച്ചു. ഇവിടെ മാക്സിമം മിനിമലൊക്കെ ചോദിച്ചേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ട് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ലീസ്റ്റ് എലമെൻറ്റും. അതായത് അത് യുണീക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ താഴെ നോക്കുമ്പോൾ ഇവിടെ 2 പേരുണ്ട്. മേളിലാണെങ്കിൽ മേളിലത്തെ എഡ്ജിൽ 12, 20, 25 ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് യുണീക്ക് അല്ല. അപ്പോൾ നോക്കാം. An element A is the greatest element of poset if B less than or equal to A for all B element of S. ബാക്കിയുള്ളവരെക്കാൾ എല്ലാം വലുതാണോ A. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ഈസ് യുണീക്ക് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. അതേപോലെ തന്നെ ലീസ്റ്റ് എലമെൻറ്റ് അത് വേണം ഏറ്റവും ചെറുത്, അതും യുണീക്ക് ആയിരിക്കും. ഡിറ്റർമിൻ വെദർ ദ പോസറ്റ്സ് റെപ്രസെൻറ്റ് ബൈ ഹസേ ഡയഗ്രാം ഹാവ് ദ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ആൻഡ് ലീസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇങ്ങനൊരു ഡയഗ്രാം തന്നേക്കുക. അപ്പോൾ ഇത് നോക്കുമ്പോൾ താഴെ ഒരാളെ ഉള്ളൂ, അപ്പോൾ ലീസ്റ്റ് എലമെൻറ്റ് എ ആണ്. മേളിൽ 3 പേരുണ്ട്, അതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ഇല്ല. ഇത് നോക്കുവാണെങ്കിൽ താഴെ 2 പേരുണ്ട്, അപ്പോൾ ലീസ്റ്റ് എലമെൻറ്റ് ഇല്ല. മേളിൽ 2 പേരുണ്ട്, അപ്പം ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ഇല്ല. അടുത്തത് നോക്കുമ്പോൾ എന്ത് ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് ഉണ്ട്, ലീസ്റ്റ് എലമെൻ്റ് ഇല്ല. ഇത് നോക്കുമ്പോൾ താഴെ ഒരാൾ മേളിൽ ഒരാൾ, അപ്പോൾ ലീസ്റ്റ് എലമെൻറ്റും ഉണ്ട്, ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ഉണ്ട്. Let S be the set. Determine whether there is a greatest element in the poset P of S subset. അപ്പോൾ ലീസ്റ്റ് എലമെൻറ്റ് നമുക്കറിയാം എം ഡി സെറ്റ് ആണെന്ന്. അതേപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് എന്താ എസ് തന്നെയാവും. എസ്സിനകത്തല്ലേ ബാക്കിയെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ എസ് തന്നെ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് ആവും. അപ്പോൾ അതിനകത്ത് ലീസ്റ്റ് എലമെൻറ്റും ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ഉണ്ട്. ഇനി ഇസഡ് പ്ലസ് ഡിവൈഡ്സ് എന്ന് പറഞ്ഞതിനകത്ത് ഇസഡ് പ്ലസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 1 എല്ലാവരെയും ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് താഴെ 1 ഉണ്ട്, അതാണ് ലീസ്റ്റ് എലമെൻറ്റ്. പക്ഷേ ഏറ്റവും വലിയ ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നോ ഗ്രേറ്റർ എലമെൻറ്റ്. Sometimes it is possible to find an element that is greater than or equal to all elements in a subset. If U is an element of S such that A less than or equal to U for all elements A element of A, then U is called upper bound of A. അതേപോലെ തന്നെ ലോവർ ബൗണ്ട് എന്ന് പറയാം. Find the upper and lower bound of the subset set ABC, set JH, set ACDF in the poset with the Hasse diagram shown. ഇങ്ങനൊരു ഹസേ ഡയഗ്രാം തന്നേക്കുവാണ്. അതിനകത്തെ അപ്പർ ബൗണ്ടുകൾ, അപ്പർ ബൗണ്ട് ഓഫ് എ ബി സി ആർ. എ ബി സിയുടെ അപ്പർ ബൗണ്ട് എന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലുത് ഏതൊക്കെ വരുന്നു? ഇ, എഫ്, ഐ, ഡി, ജി, എച്ച്. ലോവർ ബൗണ്ടുകൾ ഇതിലെ ലോവർ ബൗണ്ട് ഏറ്റവും ചെറുത് എ ആണ്. ഇനി ജെ എച്ച് അതിന് അപ്പർ ബൗണ്ട് ഇല്ല. ഇനി ലോവർ ബൗണ്ട് എന്തോ അതിൻ്റെ താഴെ വരുന്നില്ല. ജെ എന്ന് ഉദ്ദേശിച്ച് ഇവിടെ ഐ തന്നെയാണ് കേട്ടോ. ഇനി എ സി ഡി എഫ്, എ സി ഡി എഫ് അതിൻ്റെ അപ്പർ ബൗണ്ട് എന്തോ വലുത് എച്ച്, ഇത് ജെ എഫ്. ലോവർ ബൗണ്ട് എ മാത്രമേ വരത്തുള്ളൂ. എക്സ് ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് LUB if A less than or equal to X whenever A element of X A and X അപ്പർ ബൗണ്ട് വരയ്ക്കണം. അതായത് അപ്പർ ബൗണ്ടുകളിൽ ചെറിയ ആൾ, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് വെച്ചാൽ ലോവർ ബൗണ്ടുകളിൽ വലുത്. അതായത് ഇവിടെ പറഞ്ഞ എന്തോ എക്സ് എന്ന് പറയുന്ന അപ്പർ ബൗണ്ട് ആണെങ്കിൽ എല്ലാ എലമെൻസും എക്സിനേക്കാൾ ചെറുതായിരിക്കണം. ഇനി എയുടെ വേറൊരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അത് എക്സിനേക്കാൾ വലുതായിരിക്കണം.
എന്നാലേ എക്സ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആകത്തുള്ളൂ. അതേപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെ നോക്കി, വൈ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടുകളിൽ വലുത് എന്ന് വെച്ചാൽ വൈ എല്ലാവരേക്കാളും ലോവർ ബൗണ്ട് ആയിരിക്കണം. പിന്നെ എന്താ, വേറൊരു ലോവർ ബൗണ്ട് ഇസഡ് ഉണ്ടെങ്കിൽ ആ ഇസഡ് ചെറുതായിരിക്കണം വൈയേക്കാൾ. ഇനിയും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ്സ് 3, 9, 12 ആൻഡ് 1, 2, 4, 5, 10 if the x is in the poset z plus divides. ഇനി ഇതിനകത്താണെങ്കിൽ 3, 9, 12 ആണെങ്കിൽ an integer is a lower bound if 3, 9 and 12 are divisible by this integer. The only set integer are 1 and 3. 1 divides 3 ആണ്. 3 ആണ് അതിനകത്തെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഇനി 1, 2, 4, 5, 10 ലോവർ ബൗണ്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അത് മാത്രമാണ്. ഇനി അപ്പർ ബൗണ്ടുകൾ 3, 9, 12 എന്താ, ഇത് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതാ, 36 ആണ്. അതേപോലെ തന്നെ 1, 2, 4, 5, 10. അപ്പം നമ്മൾ ഫാക്ടറും മൾട്ടിപ്പിളും നോക്കുക. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM HCF നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ലാറ്റീസ്, എ പാർഷ്യൽ ഓർഡേർഡ് സെറ്റ് ഇൻ വിച്ച് എവരി പെയർ ഓഫ് എലമെന്റ്സ് ഹാസ് ബോത്ത് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആൻഡ് എ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഇസ് കോൾഡ് എ ലാറ്റിസ്. അപ്പോൾ ലാറ്റിസ് എന്ന് വെച്ചാൽ ഒരു പോസെറ്റ് ആയിരിക്കണം സച്ച് ദാറ്റ് അതിലെ ഏത് 2 പെയർ എടുത്താലും, ഏത് പെയർ ഓഫ് എലമെന്റ്സ് എടുത്താലും അതിന് LUBയും വേണം GLBയും വേണം, ലീസ്റ്റ് അപ്പർ ബൗണ്ടും വേണം, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും വേണം. ഈസ് ദ പോസെറ്റ് Z പ്ലസ് ഡിവൈഡ് എ ലാറ്റിസ്. അപ്പോൾ ഏത് 2 AB എടുത്താലും അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും എന്ന് പറയുന്നത് LCMഉം HCFഉം ആണ്. HCFനെ നമ്മൾ GCD എന്നും പറയും. അപ്പോൾ ഏത് 2 എലമെൻ്റ് എടുത്താലും ഉണ്ട്, അതുകൊണ്ട് അത് ലാറ്റിസ് ആണ്. ഇനി അതേപോലെ ചെയ്യാനുള്ള എക്സാമ്പിൾ 1, 2, 3, 4, 5 ഡിവൈഡ്സ് 1, 2, 4, 8, 16 ഡിവൈഡ്സ് 1, 2, 3, 4, 5 ഡിവൈഡ്സിനകത്ത് 2ഉം 3 ഹാവ് നോ അപ്പർ ബൗണ്ട്സ്, അതുകൊണ്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഇല്ല, അതുകൊണ്ട് ലാറ്റിസ് ആകത്തില്ല. ഓക്കെ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ പവർ സെറ്റ് സബ്സെറ്റ് എന്ന് പറയുന്നത് ലാറ്റിസ് ആകുമോ? ആകും. കാരണം ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്ന MD സെറ്റും, ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എന്തോ, അപ്പർ ബൗണ്ടുകൾ ചെറുതാരാ, ഒരു സെറ്റ് കാണും, അതായത് A യൂണിയൻ B ആയിരിക്കും, A ഇൻ്റർസെക്ഷൻ B ആയിരിക്കും ഏറ്റവും ചെറുത്. ഏറ്റവും ചെറുതെന്നല്ല, ചെറുതുകളിൽ വലുത്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. A total ordering less than or equal to is said to be compatible if with the partial ordering R if A less than or equal to B whenever A related to B. Constructing a compatible total ordering from a partial ordering is called topographical sorting. അതിൻ്റെ ഒരു ലെമ്മ ഉണ്ട്, every finite non-empty poset has at least one minimal element. പ്രൂഫ് ഉണ്ട്. എൻ്റെ പ്രൂഫിനകത്ത് ചൂസ് ആൻ എലമെൻറ്റ് A0 ഓഫ് S. ഇഫ് A0 ഈസ് നോട്ട് മിനിമൽ ദെൻ ദർ ഈസ് ആൻ എലമെൻറ്റ് A1 വിത്ത് A1 ലെസ് ദാൻ A0 മിനിമൽ അല്ലെങ്കിൽ A0-നേക്കാൾ ചെറിയ ഒരാൾ കാണും A1. ഇനി A1 മിനിമൽ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഒരു A2 കാണും. ഇങ്ങനെ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ അതിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ മിനിമൽ വരണം. ദിസ് പ്രോസസ് മസ്റ്റ് എൻഡ് വിത്ത് എ മിനിമൽ എലമെൻറ്റ് A. ഇനി ടോപ്പോളജിക്കൽ സോർട്ടിംഗ് അൽഗരിതം ഉണ്ട്. ടു ഡിഫൈൻ എ ടോട്ടൽ ഓർഡറിംഗ് ഓഫ് എ പോസെറ്റ് A ലെസ് ദാൻ ഓർ ഇക്വൽ ടു ഫസ്റ്റ് ചൂസ് എ മിനിമൽ എലമെൻറ്റ് A. സച്ച് ആൻ എലമെൻറ്റ് എക്സിസ്റ്റ് ബൈ നമ്മുടെ ഇപ്പം പറഞ്ഞ ലെമ്മ അനുസരിച്ച് ഒരാൾ കാണും. നെക്സ്റ്റ് നോട്ട് ദാറ്റ് ആ A അങ്ങ് ഡിലീറ്റ് ചെയ്തു. A1 മിനിമം എലമെൻറ്റ് A1 അല്ലേ, അപ്പം ആ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് A1 ഡിലീറ്റ് ചെയ്ത് ബാക്കി നോക്കുക. ഈസ് എ പോസെറ്റ്. അത് നോൺ എംപ്റ്റി ആണെങ്കിൽ അതിനകത്തൊരു മിനിമൽ എലമെൻറ്റ് A2 കാണും, അതിനെ റിമൂവ് ചെയ്യുന്നു.
അങ്ങനെ റിമൂവ് ചെയ്ത് എയിൽ നിന്ന് A1 A2 റിമൂവ് ചെയ്തു. അങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് A മൈനസ് സെറ്റ് A1 A2 എക്സെട്ര AK. A ഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് ഈ പ്രോസസ്സ് ഒരിടത്ത് ടെർമിനേറ്റ് ചെയ്യും. ദ എൻഡ് പ്രോഡക്റ്റ് ഈസ് എ സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് A1 A2 എക്സെട്ര AN. നമ്മൾ ടോട്ടൽ ഓർഡേർഡ് ആയിട്ട് എഴുതുമ്പോൾ A1 ലെസ് ദാൻ നമ്മുടെ T ആയിട്ട് എഴുതുവാണ്, T A2 ലെസ് ദാൻ T A3 ലെസ് ദാൻ T എക്സെട്ര ലെസ് ദാൻ T AN എന്ന് നമുക്ക് എഴുതാം. ദിസ് total ordering is compatible with the original partial ordering. To see this, note that if B less than C in the original partial ordering, C is chosen as the minimal element as a phase of the algorithm where B has already been removed, for otherwise C would not be a minimal element. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഫൈൻഡ് എ compatible total ordering for the POSET set 1 2 4 5 12 20 divides. അപ്പോൾ മിനിമൽ എലമെൻ്റ് എടുക്കുന്നു, അതിനെ റിമൂവ് ചെയ്ത് ബാക്കി അങ്ങനെ ചെയ്ത് വരുന്ന അങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.